ഞാനൊക്കെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് 3 days ഒരു ബേസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഹസ്ന, മർജാന. ഓക്കെ, നിങ്ങൾ എല്ലാവരും CMA USA ക്വാളിഫൈഡ് ആണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കോഴ്സൊക്കെ? പഠിക്കണം, കുറച്ചൊക്കെ സ്ട്രഗിൾ ഉണ്ടാവും. നമ്മളതിനനുസരിച്ച് വർക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ തന്നെ ശരിയാവുള്ളൂ. ഇപ്പം എക്സാംസ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രൊഫിൻസ് നിങ്ങൾക്ക് നൽകിയ ഒരു പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇടയ്ക്ക് വീക്കിലി എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യും അവിടെ. പിന്നെ മെന്റേഴ്സിന്റെ ഒക്കെ ഹെൽപ്പോടെ. അടിപൊളിയായിരുന്നു. ക്ലാസ് ആയിരുന്നു, രണ്ടാളും നല്ലത്. അതായത് പ്രൊഫിൻസിന്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് എത്രത്തോളം വർക്ക് ആയിട്ടുണ്ട്? കുറച്ചും കൂടി എക്സാമിന് കുറച്ചും കൂടി ഈസി ആക്കാൻ എത്രത്തോളം വർക്ക് ആയിരുന്നു? ഒന്നാമെന്താ വെച്ചാൽ നമ്മളെ എപ്പോഴും ഇങ്ങനെ കൂളാക്കിയിട്ട് നമ്മൾക്ക് ഒരു ടെൻഷനൊന്നും വേണ്ട, നമുക്ക് കിട്ടും എന്നില്ലതിൽ നമ്മളോട് നല്ലതല്ലേ ഓല് ഇതായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് കാര്യം ഡൗട്ടാണെങ്കിലും ചോദിക്കാനാണെങ്കിലും ഒക്കെ രണ്ട് സാർമാരും മൻസാറായാലും മർഷൽ സാറായാലും എപ്പോഴും അവൈലബിൾ ആണ്, നമുക്ക് എന്തും ചോദിക്കാം. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. റിവിഷൻ സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ടും. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എക്സാമിൻ്റെ 1 month മുന്നൊക്കെ റിവിഷൻസ് ഉണ്ടായിരുന്നു. അപ്പം പ്രൊഫിൻസിലേക്കുള്ള ഒരു ജേർണി ഉണ്ടാവുമല്ലോ. അതായത് ഇത് നമ്മൾ ഈ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ടാവും. CMA കുറച്ച് ടെൻഷനാണ് അല്ലെങ്കിൽ കുറച്ച് ടഫാണ് എന്നൊക്കെ ഉണ്ടാവും. നമ്മളും വന്നപ്പോൾ എങ്ങനെ വെച്ചാൽ ഇനി ഫുൾ ടൈം പഠിത്തം ആവേണ്ടി വരും, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടി വരും എന്നൊക്കെ കരുതിയിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾ ശരിക്കും ഒരു കോളേജിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാനുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. ബേസ് ക്ലാസ് മുതൽ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് 3 days ഒരു ബേസ് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും ഹെൽപ്പോടെ